ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ട്യൂട്ടോറിയലിലൂടെ പരിചയപ്പെടുന്നത് നമ്മുടെ മൊബൈലിലുള്ള പിക്ചറുകൾ, ഇമേജുകൾ, PDF ഫയലുകൾ എങ്ങനെ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിലേക്കും ലാപ്ടോപ്പിലുള്ള ഫയലുകൾ എങ്ങനെ മൊബൈലിലേക്കും മാറ്റുന്നത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വിവിധങ്ങളായ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മൊബൈലിലുള്ള ഇമേജ് ഫയലുകൾ, PDF ഫയലുകൾ, മറ്റു ഫയലുകൾ ഇവ മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിലേക്കും ലാപ്ടോപ്പിലുള്ള വിവിധ ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്ക് മാറ്റേണ്ട സാഹചര്യവും വരാറുണ്ട്. എപ്രകാരമാണ് അത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിനെ ലാപ്ടോപ്പുമായി ഒരു USB കേബിൾ വഴി കണക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ എൻ്റെ മൊബൈലിനെ ഒരു USB കേബിൾ വഴി കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ രീതിയിൽ ഒരു USB കേബിൾ വഴി നമ്മുടെ മൊബൈലിനെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റഡ് ആയതിൻ്റെ ഒരു ഐക്കൺ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈൽ USB കേബിൾ വഴി കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ മൊബൈൽ ഫോണിലുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫയൽ നമുക്ക് ലാപ്ടോപ്പിൽ ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നാം അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി അതിനകത്ത് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണും. ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോണിലുള്ള നിരവധിയായ ഫോൾഡറുകളാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇവിടെ നാം പ്രത്യേകം ഓർക്കേണ്ടത് നാം ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്യേണ്ട ഫയലുകൾ ഫോണിൽ ഏത് ഫോൾഡറിലാണ് സൂക്ഷിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാക്കണം. ഉദാഹരണത്തിന് നാം നമ്മുടെ മൊബൈലിൽ ക്യാമറയിൽ എടുക്കുന്ന ഫയലുകൾ മൊബൈലിൽ സ്റ്റോർ ആകുന്നത് DCIM എന്ന ഫോൾഡറിലാണ്. DCIM എന്നൊരു ഫോൾഡർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. DCIM എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ ഇമേജ് എന്നാണ്. അപ്പോൾ നമുക്ക് ആവശ്യം നമ്മുടെ മൊബൈൽ ക്യാമറയിലുള്ള ഫോട്ടോസുകൾ നമ്മുടെ ലാപ്ടോപ്പിലാക്കണമെങ്കിൽ നാം ഓപ്പൺ ചെയ്യേണ്ടത് DCIM എന്ന ഫോൾഡറാണ്. DCIM എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിരവധിയായ സബ് ഫോൾഡറിൽ കാണാം. അതിനകത്ത് ക്യാമറ എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എൻ്റെ ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് ഈ രണ്ട് വീഡിയോസുമാണ് നമുക്ക് കോപ്പി ചെയ്തേക്കൽ. മൗസ് ഉപയോഗിച്ച് നമ്മൾ ആ രണ്ട് ഫയലിനെ സെലക്ട് ചെയ്യുക. രണ്ട് രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നുകിൽ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ആ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഫയൽസ് കൂടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ എളുപ്പമെന്ന് പറയുന്നത് നാം ഈ ഫയലാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ഫയൽ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി എടുക്കുക. കോപ്പി എടുത്തതിന് ശേഷം ഇതിനെ താൽക്കാലികമായി ഈ വലതുവശത്ത് മിനിമൈസ് ചെയ്യുക. എന്നാൽ ഡെസ്ക്ടോപ്പിലാണ് പേസ്റ്റ് ചെയ്യുന്നത്, ഡെസ്ക്ടോപ്പിൽ വെച്ച് പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈൽ ക്യാമറയിലുള്ള ഒരു വീഡിയോ ഫയൽ ഇവിടെ ഡെസ്ക്ടോപ്പിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് മറ്റൊരു ഫോൾഡറിലാണോ എങ്കിൽ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഈ ഫയൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എൻ്റെ മൊബൈലിലുള്ള ഫോട്ടോ ഈ ഫോൾഡറിൽ കോപ്പി ആയത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ DCM എന്ന ഫോൾഡർ പരിചയപ്പെട്ടു. DCMലാണ് നമ്മളുടെ മൊബൈൽ ക്യാമറയിലുള്ള ഫയലുകൾ സേവ് ആകുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ ക്യാമറയിൽ നിന്ന് ഫോട്ടോസ് എടുക്കണമെങ്കിൽ DCM ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. തിരിച്ച് വീണ്ടും നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ മൊബൈലിലുള്ള എല്ലാ ഫോട്ടോസും ക്ലിക്കാവും. നമുക്ക് ആവശ്യകതയുള്ള മറ്റൊരു സാഹചര്യമാണ് നമ്മൾ വാട്സാപ്പിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. അതിനായി നമ്മൾ ഏറ്റവും താഴെ ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന ആ സെക്ഷനിൽ നിന്നുകൊണ്ട് നമ്മൾ വാട്സാപ്പ് എന്നൊരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സാപ്പിനകത്തുള്ള ഫോട്ടോസുകൾ സ്റ്റോർ ആകുന്നത് വാട്സാപ്പിനകത്ത് മീഡിയ എന്നൊരു ഫോൾഡറിനകത്താണ്. അവിടെ നമ്മൾ മീഡിയ എന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വാട്സപ്പ് ഇമേജ്, ഇവിടെയാണ് നമ്മുടെ വാട്സപ്പിൽ വരുന്ന എല്ലാ ഫോട്ടോസും ഇമേജുകളെല്ലാം സ്റ്റോർ ആകുന്നത്. വാട്സപ്പിൽ വരുന്ന വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് വാട്സപ്പ് വീഡിയോസാണ്. വാട്സപ്പിൽ വരുന്ന പ്രൊഫൈൽ ഫോട്ടോകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്താണ്. വാട്സപ്പിൽ ഓഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്താണ് സ്റ്റോർ ആകുന്നത്. വാട്സപ്പിനകത്തുള്ള PDF ഫയലുകളുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യകത ഏതിനകത്തുള്ള ഫയൽസാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇമേജുകൾ വാട്സപ്പിൻ്റെ ഈ ഇമേജ് ഫോൾഡറിലാണ് ഓപ്പൺ ആകുന്നത്. ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അതുപോലെ തന്നെ തൊട്ട് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ്, PDF ഫയൽസ്, ഉദാഹരണത്തിന് നമുക്ക് PDF ഫയലുകളാണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്യുക.
നമുക്ക് ഉദാഹരണത്തിന് ഈ സർക്കുലർ എന്ന ഫയലാണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഫയലുകൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് അടുത്ത ഫയലും ക്ലിക്ക് ചെയ്യുക. മൾട്ടിപ്പിൾ ഫയൽ സെലക്ട് ചെയ്യാൻ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഓരോ ഫയലും ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുക, മിനിമൈസ് ചെയ്യുക. നമുക്കിത് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ഇത് ഫോൾഡർ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെനിലാണെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ 2 ഫയലും എൻ്റെ മൊബൈലിലുള്ള വാട്സപ്പിൻ്റെ ഫോൾഡറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് മിനിമൈസ് ചെയ്തിടാം. ഇപ്രകാരം നമുക്ക് വാട്സപ്പിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ നമുക്ക് ലാപ്ടോപ്പിലേക്ക് മാറ്റാൻ സാധിക്കും. സമാനമായ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ ലാപ്ടോപ്പിലുള്ള ഒരു ഫയൽ തിരിച്ച് നമുക്ക് മൊബൈലിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് സമഗ്ര.png എന്ന ഫയലാണ് എനിക്ക് മൊബൈലിലോട്ട് മാറ്റേണ്ടതെങ്കിൽ കോപ്പി എടുക്കുക, തിരിച്ച് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവുക. അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും നമ്മുടെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എംപ്റ്റി സ്പേസിൽ വെച്ചൊരു ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഡെമോ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡെമോ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഞാൻ കോപ്പി ചെയ്ത ഫയൽ ഈ ഡെമോയ്ക്കകത്താണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ ഡെമോ ഓപ്പൺ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഒരു ഫയലിനെ മൊബൈലിലേക്ക് നമുക്ക് ഫയലുകൾ കോപ്പി ചെയ്യാവുന്നതാണ്. ഇപ്രകാരം നമുക്ക് മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിലേക്കും ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്കും നമുക്ക് ഫയലുകൾ കോപ്പി ചെയ്യാവുന്നതാണ്. നാം കോപ്പിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കണം. നമ്മുടെ മൊബൈലിനെ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ചെയ്യാനുണ്ട്. സാധാരണ രീതിയിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും USB കേബിൾ പെട്ടെന്ന് ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ വലിച്ചൂരുകയാണ് പതിവ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ട് നമ്മൾ മൊബൈലിനെ ഷട്ട് ഡൗൺ ചെയ്യണം. മൊബൈൽ ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ മൊബൈലിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺമൗണ്ട് എന്നൊരു ഓപ്ഷനുണ്ട്, അൺമൗണ്ട് ചെയ്യുക. അൺമൗണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ മൊബൈൽ ലാപ്ടോപ്പുമായി ഡിസ്കണക്റ്റ് ആകുന്നത്. ഈ രീതിയിലാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ട്യൂട്ടോറിയൽ നമുക്ക് എന്നും ആവശ്യമുള്ളതാണ്. നമുക്ക് ഫയലുകൾ മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലേക്കും ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്കും മാറ്റുന്നത് നമുക്ക് ദൈനംദിനം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ബിഗിനേഴ്സായിട്ടുള്ളവർ നന്നായിട്ട് മനസ്സിലാക്കുകയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.